കാണണം ഇന്ന് തന്നെ. വരാതിരുന്ന നിങ്ങളുള്ള സ്ഥലത്തേക്ക് ഞാൻ വരും. അത് നിങ്ങൾക്കൊരിക്കലും ഗുണം ചെയ്യില്ല. അതുകൊണ്ട് എന്നെ അങ്ങോട്ട് വരുത്തരുത്. ഇല്ല സർ, ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ ഞാൻ വിളിച്ച വിവരം പരമരഹസ്യമായിരിക്കണം. മറ്റാരെങ്കിലും ഇത് അറിഞ്ഞ ഇല്ല, നിങ്ങളിത് ആരോടും പറയില്ല. പറഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്ത് നിങ്ങൾക്കറിയാം. അപ്പോൾ കൃത്യം 3 മണി. സ്ഥലം അറിയാലോ അല്ലേ? അറിയാം സർ. ഏതാ? ബീച്ച് റോഡ്. ആ, അതാണ്. ഇന്ദ്രജിത്ത്, ക്രൈംബ്രാഞ്ച് SP. എനിക്കറിയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം. എന്താണ് ശരത്തിൻ്റെ ലക്ഷ്യം? എനിക്കറിയില്ല സർ. നിങ്ങളവൻ്റെ അമ്മയല്ലേ? മകൻ്റെ ദുർനടപ്പുകളെ നിയന്ത്രിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കാറില്ല. അവന് അവൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്. അതനുസരിച്ച് അവൻ പോകൂ. എനിക്ക് പോലും അവനെ പേടിയാ സാറേ. ദുരൂഹ സാഹചര്യത്തിൽ ഒരുപാട് പേര് മരിച്ചു. നിങ്ങളുടെ മൂത്ത മകൻ നടേശൻ, റൂബി, സുധി. ആ ലിസ്റ്റിൽ ഇനി ആരൊക്കെയുണ്ടെന്ന് അവന് മാത്രമേ അറിയൂ. ഇനിയൊരു കൊലപാതകം ഉണ്ടാവുന്നതിന് മുമ്പ് അവൻ എത്തേണ്ടടുത്തെത്തണം. അതിനാ ഞാൻ വന്നിരിക്കുന്നത്. 2 സഹായങ്ങൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ മൂത്ത മകൻ്റെ മരണം. അത് ചെയ്തത് ശരത്താണെന്ന് നിങ്ങൾക്ക് തോന്നാൻ എന്താണ് കാരണമെന്ന് എന്നോട് പറയണം. 2, അവനെ കൊലപാതകവുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരണം. ആദ്യം എനിക്ക് ആ സംശയം ഇല്ലായിരുന്നു സർ. പിന്നെയാ അത് തോന്നി തുടങ്ങിയത്. എല്ലാം അവൻ ഒറ്റയ്ക്ക് വേണം. സാർ ചോദിച്ചില്ലേ എന്താണ് അവൻ്റെ ലക്ഷ്യമെന്ന്? ദേവികയാണ് അവൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാ അവൻ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ദേവികയായിട്ടല്ലോ, വേറൊരു പെൺകുട്ടിയായിട്ടല്ലേ അവൻ്റെ കല്യാണം നിശ്ചയിച്ചത്? അത് നിത്യ. അത് വെറുതെയാണ് സാറേ. ദേവികയുടെ പുറകെ അവൻ. സിദ്ധുവും ദേവികയും തമ്മിലുള്ള കല്യാണം മുടങ്ങിയതിന്റെ പിന്നിലും അവൻ തന്നെയാണെന്നാ എന്റെ ബലമായ സംശയം. അവന്റെ ഭാവി എന്താവൂന്ന് എനിക്കൊരു നിശ്ചയമില്ല സാറേ. അവനൊന്ന് നന്നായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ. പിന്നെ അവനെതിരായ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോന്ന് സാർ ചോദിച്ചില്ലേ? ഇല്ല സാർ, ഒരു തെളിവും എന്റെ കയ്യിലില്ല. അവനിനി ഒരിക്കലും നന്നാവില്ല. അവൻ ചെയ്ത കുറ്റങ്ങൾ തെളിഞ്ഞ ക്യാപിറ്റൽ പനിഷ്മെന്റിൽ കുറഞ്ഞ് ഒരു ശിക്ഷയും അവന് കിട്ടാനും പോകുന്നില്ല. അവനുള്ള തൂക്കുമരം എവിടെയോ ഒരുങ്ങുന്നുണ്ട്. അതിലേക്ക് അവനെ കൈപിടിച്ച് നടത്താൻ വന്ന ആളാണ് ഞാൻ. പിന്നെ
ഞാൻ വന്നുവെന്നും നിങ്ങളെ കണ്ടുവെന്നും ഒരാളും അറിയരുത്. നമ്മൾ തമ്മിലുള്ള സംഭാഷണം ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാനത് ഉപയോഗിക്കും. ശരി സാർ. അപ്പോൾ കാണാം. വരട്ടെ.